സുകുമാർ അഴീക്കോട് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അവരുടെ ക്ഷണം അനുസരിച്ച് പിന്നെ ഏറ്റവും ആധുനിക ലോകത്തിൽ മിക്കവാറും ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനവും ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന വിചാരശില്പികൾ, അതായത് ആർക്കിടെക്ട്സ് ഓഫ് തോട്ട്, അത് പല വിഷയങ്ങളിലുണ്ട്. ശാസ്ത്രത്തിൽ നിന്നുണ്ട്, ഫിലോസഫിയിൽ നിന്നുണ്ട്, ഇക്കണോമിക്സിൽ നിന്നുണ്ട്, അതുപോലെ ഭാഷാ വിജ്ഞാനീയത്തിൽ നിന്ന്, ലിംഗ്വിസ്റ്റിക്സിൽ നിന്നുണ്ട്. പല മേഖലകളിൽ നിന്നുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് നമുക്ക് പരിചയം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും കുറച്ച് വായിച്ചൊക്കെ പരിചയമുള്ള ആളുകളാണ്. അവരെ കൂടുതൽ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് നടത്തിയ പ്രഭാഷണങ്ങളാണ്. ആ പ്രഭാഷണങ്ങളിൽ ആദ്യ സമയത്ത് അഴീക്കോട് സാറ് ഉള്ള സമയത്ത് അദ്ദേഹം കോട്ടയത്ത് വരുമായിരുന്നു, ഇതിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ ആയിട്ട് വരുമായിരുന്നു. പിന്നെ അദ്ദേഹം ഇടയ്ക്ക് വെച്ച് മരിച്ചുപോയി. ഞാനിപ്പോഴും ഓർക്കുന്ന ഈ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ അദ്ദേഹം അതിന് അന്ത്യനാളുകളാണ്. അവിടെ ഞാൻ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ കണ്ട ഉടനെ ചോദിക്കുന്നു, അടുത്ത പ്രഭാഷണം എപ്പോഴാണെന്ന് എന്നോട് ചോദിച്ചു. അപ്പം അദ്ദേഹത്തിന് അത്രയധികം താല്പര്യം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അത് പുസ്തകമായിട്ട് DC ബുക്സ് 3 പുസ്തകം ആദ്യം ഇറങ്ങി, പിന്നെ ഇപ്പോൾ എല്ലാം കൂടെ ചേർത്തൊരു സിംഗിൾ ബുക്ക്, അതാണ് അച്ഛനിവിടെ സൂചിപ്പിച്ചത്. അതിനുള്ള സംഗതി അതാണ്. അതിൽ ഞാനെപ്പോഴും മനസ്സിലാക്കുന്നത്, നമ്മളെ ചില സാഹചര്യങ്ങൾ നമ്മളെ നിർബന്ധിക്കുമ്പോഴാണ് നമ്മളിലുള്ള എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി പുറത്തേക്ക് വരുന്നത്. അല്ലാതെ നമ്മൾ മടിച്ചുകളുമാണ് കൂടുതലും. എല്ലാവരും അല്ല കേട്ടോ, നിങ്ങളെല്ലാവരെയും കുറിച്ച് പറയില്ല. എന്നെ സംബന്ധിച്ച് അതാണ്. ആരുമൊന്നുമില്ല, എനിക്ക് നല്ല കാറ്റുമൊക്കെ ഉണ്ട്, നമുക്ക് ഭക്ഷണമൊക്കെ ഇട്ട് നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. എന്നാൽ എനിക്ക് ആ സാധനം ഇപ്പം എഴുതി കിട്ടണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണെങ്കിൽ നമ്മളിരുന്ന് ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ ചിലപ്പം എഴുതി. ഈ വലിയ വലിയ ആളുകളൊക്കെ അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ തകഴിയുടെ ചെമ്മീനും മറ്റുമൊക്കെ എഴുതുന്നത് കോട്ടയത്ത് കൊണ്ട് ഒരു ലോഡ്ജ് കൊണ്ട് പിടിച്ചിരുത്തിയിട്ട് അദ്ദേഹത്തിന് വേണ്ട ചില സാധനങ്ങളൊക്കെ കൊണ്ട് കുടിക്കാനും ഒക്കെ അത് കൊടുത്ത് അവിടെ പിടിച്ചിരുത്തിയോണ്ടാണ് അത് എഴുതുന്നത്. അല്ല എഴുതുകയല്ലോ. അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ സോഷ്യൽ റിലേഷൻഷിപ്പിലും സോഷ്യൽ നീഡ്സിലും ഒക്കെ നമ്മൾ ക്രിയേറ്റീവ് ആകണം, നമ്മൾ ബന്ധപ്പെടണം. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ചില കാര്യങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്.